ശ്രീനാദേവി കുഞ്ഞമ്മ ഇന്ന് കോൺഗ്രസ്സിലൊരു പുലിക്കുട്ടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സംസാര ശൈലിയാണെങ്കിലും അവരുടെ നിലപാടുകളാണെങ്കിലും വളരെ ശക്തമായിട്ടുള്ള നിലപാടുകളാണ്. ശ്രീനാദേവി കുഞ്ഞമ്മ എങ്ങനെയാണ് യു ഡി എഫിലേക്ക് വന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. സി പി ഐയിൽ നിന്നായിരുന്നു യു ഡി എഫിലേക്ക് വന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് അവർക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപം ഉണ്ടായിരുന്നു. ഇപ്പം വയനാട് തന്നെ ഈ ഫണ്ട് വിരിവുമായി ബന്ധപ്പെട്ടും വീട് വെച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ ഉള്ളപ്പോൾ തന്നെ അവർ അതായത് റേഷൻ കാർഡിൽ വ്യാജമായിട്ടാണ് പേര് ചേർത്തത് എന്ന് ആരോപിച്ചുകൊണ്ട് വലിയ ആരോപണങ്ങൾ സി പി ഐ ഉന്നയിച്ചിരുന്നു. അപ്പോൾ അതിനെതിരെ വലിയ രീതിയിൽ കേസൊക്കെ വരുന്നൊരു സാഹചര്യമായിരുന്നു. പക്ഷേ ഇത് അവർക്ക് തിരിച്ചടിയാകുന്ന രീതിയിൽ ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. എന്താണത്? അതായത് ശ്രീനാദേവി കുഞ്ഞമ്മ വ്യാജമായി റേഷൻ കാർഡിൽ പേര് ചേർത്തു എന്നായിരുന്നു ആ പരാതി. അത് അവരുടേത് തന്നെയാണെന്നാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന വിധി. ഈ രാഷ്ട്രീയ വകപോക്കലിൻ്റെ ഒരു ഇരയാണെന്ന് വേണമെങ്കിൽ ശ്രീനാദേവി നമുക്ക് കരുതാം. കാരണം പത്തനംതിട്ട സി പി ഐ ജില്ലാ സെക്രട്ടറി എ പി ജയൻ അവരെ മുമ്പും ഇതുപോലെ തന്നെ പല രീതിയിൽ ഉപദ്രവിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ അയാളുടെ ഒരു ടോർച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീനാദേവി ഈ സി പി ഐയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് ചേക്കാറാൻ തന്നെ കാരണം. അതായത് അഴിമതിക്കാരനായ എ പി ജയൻ്റെ പലവിധ ഇടപാടുകളും ശ്രീനാദേവി പാർട്ടിയിൽ ചർച്ചയാക്കിയിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷണ കമ്മീഷൻ്റെ അന്വേഷണം വന്നിരുന്നു. അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു പകവയ്ക്കൽ എന്നോണം പല വീഡിയോസിലും പല യൂട്യൂബ് ചാനലിലും ഈ ശ്രീനാദേവിയെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അത് കുറേ കാലമായിട്ട് ഇങ്ങ് തുടർന്ന് പോകുന്നതാണ്. ഇപ്പോൾ ഈ ആകെ ഗത്യന്തരം ഇല്ലാതെയാണ് സ്വന്തം പാർട്ടിയിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് അവർ വന്നു കയറിയത്. എന്നിട്ടും അവരെ വിടാത്ത രീതിയിലുള്ള ഒരു എന്താ പറയുക ഒരു പകരം തീർക്കൽ, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ആശയപരമായി അവരെ ഇല്ലാതാക്കുക എന്നുള്ളൊരു നയമാണ് ഇപ്പോൾ ഈ പാർട്ടി നിയമ അല്ലെങ്കിൽ അവരുടെ അധികാരം യൂസ് ചെയ്ത് ഉപയോഗിക്കുന്നത്. സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുന്നൊരു കാര്യമാണ്. പാർട്ടിക്കെല്ലാം പണം വേണം. പക്ഷേ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ ചോദ്യം ചെയ്യുന്നവരെ ഒതുക്കി കളയുന്നത് ഈ പാർട്ടികൾ തന്നെ ഏറ്റവും വലിയൊരു ദോഷ സ്വഭാവമായിട്ടാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് തെറ്റ് ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നന്മയുടെ പാതയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ പോകുകയുള്ളൂ. എന്തിനാണ് രാഷ്ട്രീയ പാർട്ടികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് വേണ്ടിയിട്ടാണ്. എല്ലാം രാഷ്ട്രത്തിന് വേണ്ടിയിട്ടാണ്. രാഷ്ട്രത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ട് കൂടെ നിൽക്കാൻ സംഘടനകൾ ഉണ്ടാകുന്നത് നല്ലതാണ്. ആ സംഘടനകൾ രാഷ്ട്രീയപരമായിട്ട് ഭരണ പരിഷ്കാരങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഉപകരിക്കാം. അതിനു വേണ്ടിയിട്ടാണ് രാഷ്ട്രീയ പാർട്ടികളും മറ്റ് പാർട്ടികളും എല്ലാം ഉള്ളത്. എല്ലാ സംഘടനകളും അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സി പി ഐ പോലൊരു സംഘടന ശ്രീനാദേവി കുഞ്ഞമ്മ ഒരിക്കലും വിട്ടുകളയരുതായിരുന്നു എന്നേ ഞാൻ പറയുകയുള്ളൂ. ശ്രീനാദേവി കുഞ്ഞമ്മ സി പി ഐയുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അതേപോലെ തന്നെ ശക്തമായിട്ടുള്ള പോരാളിയായിരുന്നു. അപ്പോൾ അവരുടെ നിലപാടുകളാണെങ്കിലും അവരുടെ സംസാര ശൈലിയാണെങ്കിലും കോൺഗ്രസ്സിൽ വന്നപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഒരു വൈഡ് ആംഗിൾ, അവർക്ക് കുറച്ചുകൂടി ഒരു പബ്ലിസിറ്റി കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അപ്പോൾ ഈ ചിറ്റയം ഗോപകുമാർ ഇലക്ഷനിൽ മത്സരിച്ചപ്പോൾ ഈ പ്രചരണ ഗാനത്തിനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ ശ്രീനാദേവി ആയിരുന്നു അതിൻ്റെ വരികളും എല്ലാ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിരുന്നത്. അത്രയ്ക്കും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡി, ഒരു വുമൺ ആയിരുന്നു ഈ ശ്രീനാദേവി. അവരെ എന്താ പറയുക, ഒരു മൊത്തത്തിൽ ഒതുക്കുക എന്നുള്ളൊരു നയമായിരുന്നു ഈ ജില്ലാ സെക്രട്ടറി ചെയ്തിരുന്നത്. അത് ഒതുക്കിയത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന ചില ആളുകൾ അവർ കാണിക്കുന്ന വളരെ അഴിമതി ഉള്ള ചില കാര്യങ്ങളെ തുറന്നു കാണിക്കുന്നൊരു സാഹചര്യമായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ അവിടെ ഉണ്ടാക്കിയത്. അതിനെതിരെ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അവസാനം സൈബർ ബുള്ളിങ്ങിലേക്ക് എത്തുന്നൊരു സാഹചര്യത്തിൽ പോയിപ്പോൾ സപ്ലൈകോ ഒക്കെ നമുക്കറിയാം. അപ്പോൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇതെല്ലാം സി പി ഐയുടെ കയ്യിലാണ് ഇതെല്ലാം ഉള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും പണിയുക, ഇലക്ഷന് മുമ്പോട്ട് പണിഞ്ഞ് നാണം കെടുത്തുക എന്നുള്ള ചിന്ത മാത്രമേ സി പി ഐക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഭവിഷ്യത്തുകളൊന്നും അവർ ആലോചിച്ചില്ല. സി പി ഐ ശ്രീനാദേവി കുഞ്ഞമ്മയെ വിട്ടുകളഞ്ഞത് ഏറ്റവും മോശം തീരുമാനമെന്നേ ഞാൻ പറയുകയുള്ളൂ. കോൺഗ്രസ്സിലേക്ക് വന്നത് കോൺഗ്രസ്സിനും മറ്റൊരു പുലിക്കുട്ടിയെ കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമുക്കറിയാം, ഇപ്പോൾ സന്ദീപ് വാര്യർ ബി ജെ പിയിലായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു, കോൺഗ്രസ്സിലായിരുന്നപ്പോൾ എങ്ങനെയാണ്, അതേപോലെ തന്നെയാണ് ശ്രീനാദേവി കുഞ്ഞമ്മയും. രണ്ടുപേരും പാർട്ടിയിലേക്ക് വരുമ്പോൾ രണ്ട് മുഖങ്ങളായിട്ടാണ് അവർ മാറുന്നത്. അവർ ഇത്രയും നാളും ഉണ്ടായിരുന്ന നിലപാടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുമ്പോൾ ഒരു ചട്ടക്കൂടിലൂടെ
മുന്നോട്ട് പോകുന്ന ഒരു പ്രവർത്തകർ അവരുടെ ഒരു കെട്ട് പൊട്ടിച്ച് പുറത്തേക്ക് പോകുമ്പോൾ അവരുടെ ഒരു ഫീലിംഗ് എന്തായിരിക്കും? ഒരു ഫ്രീഡമാണ് അവർക്ക്. അതെ. ഇപ്പോൾ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയ്ക്കാണെങ്കിലും സന്ദീപ് വാര്യർക്കാണെങ്കിലും ഇവരെല്ലാം കേഡർ സ്വഭാവമുള്ള പാർട്ടി മേളിൽ നിന്നും പറയും. അത് മാത്രം കേട്ട് 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 പോരുന്ന ആളുകൾ സ്വന്തമായിട്ട് ചിന്തിക്കാനും സ്വന്തമായിട്ട് പ്രവർത്തിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ വളർന്നു വരാൻ ആ സ്പേസ് അവർ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു സത്യം അല്ലേ. അവർക്ക് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ അത് സ്പേസ് ഉണ്ടായി. കാരണം അവർ കഴിവുള്ള ആളുകളാണ്. കേപ്പബിലിറ്റി ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർ എവിടെ ചെന്ന് കഴിഞ്ഞാലും നിലനിൽക്കും. അതിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ സന്ദീപ് വാര്യരാണെങ്കിലും ശ്രീനാഥ് ദേവി കുഞ്ഞമ്മയാണെങ്കിലും. ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നത് CPIയെ സംബന്ധിച്ച് അവരെ സംബന്ധിച്ച് ചിലപ്പോൾ അവർ ഒതുങ്ങിപ്പോകും, പാർട്ടിയിൽ തന്നെ നിൽക്കും. ഒതുക്കി അവർ പാർട്ടി പറയുന്നത് പോലെ അവരെ തളച്ച് അവിടെ ഒതുക്കി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാമെന്നായിരുന്നു CPI വിചാരിച്ചിരുന്നത്. പക്ഷേ കയ്യിലൊതുങ്ങാത്ത സാഹചര്യം വന്നപ്പോൾ, നിലനിൽപ്പില്ലാതെ വന്നപ്പോൾ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായപ്പോൾ കോൺഗ്രസിലേക്ക് വന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പിട്ട് കോൺഗ്രസിൻ്റെ സീറ്റിൽ നിന്നും മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും അവർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ തന്നെയാണ്. അതെ. ഇപ്പോൾ ഈ ശ്രീനാഥ് ദേവിക്കെതിരെ അവസാനമായി നടപടിയെടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോസ്റ്റ് ഇട്ടു എന്നുള്ള ഒരു കാരണത്താലാണ് ശ്രീനാഥ് ദേവിക്കെതിരെ CPIയിൽ നിന്ന് നടപടി ഉണ്ടായത്. അവരുടെ പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു സ്വഭാവ ദൂഷ്യത്തിനെ വെച്ചല്ല, ഒരു വ്യക്തിത്വത്തെ ഉദ്ദേശിച്ചാണ് ശ്രീനാഥ് ദേവിയുടെ പോസ്റ്റ് ഇട്ട്. സ്വാഭാവികമായിട്ടും ഒരു അവിവാഹിതയായ ഒരു യുവതി രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സപ്പോർട്ട് ചെയ്ത് പോസ്റ്റ് ഇട്ടാൽ എന്താ ഉണ്ടാകുകയെന്ന് രാഹുലിന് അറിയാലോ. അതേ രീതിയിൽ പാർട്ടി സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ നിന്നും രൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമായിരുന്നു വന്നത്. പോരാണ്ട് പാർട്ടി നേതൃത്വത്തിൽ നിന്നും സൈബർ ബുള്ളിംഗ്, അതെ, പാർട്ടി നേതൃത്വത്തിൽ നിന്നും വളരെ രീതിയിൽ ചവിട്ടി ഒതുക്കപ്പെട്ടു. അങ്ങനെ ഈ പാർട്ടി വേണ്ട എന്ന രീതിയിൽ ഇറങ്ങിയാണ് കോൺഗ്രസിലേക്ക് വന്നത്. അപ്പോഴാണ് ഈ റേഷൻ കാർഡിൻ്റെ വിവാദം വന്നത്. അത് റേഷൻ കാർഡിൻ്റെ വിവാദം കൃത്യമായിട്ട് ഉണ്ടാക്കിയതാണ്. ഈ തെരഞ്ഞെടുപ്പ് മുമ്പിട്ട് അവർക്ക് നിയമസഭയിലേക്ക് ഒരു സീറ്റ് കിട്ടാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ബോധ്യമായിരുന്നു. കാരണം അതിനു മുമ്പിട്ട് ശക്തമായിട്ടുള്ള നിലപാടുകൾ പറയുന്നു, ശക്തമായി സംസാരിക്കുന്നു. അപ്പോൾ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ വീണ്ടും മത്സരിച്ചേക്കാം, നിയമസഭയിലേക്ക് വന്നേക്കാം. ഇവിടെ ഞങ്ങൾ ഒതുക്കാൻ നോക്കിയ ഒരാൾ അങ്ങനെ ഞങ്ങളെ വെട്ടിച്ചുകൊണ്ട് നിയമസഭയിലൊന്നും പോകാറായിട്ടില്ല എന്നുള്ള CPIയുടെ കൃത്യമായിട്ടുള്ള ബോധ്യം. അത് പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു, പണി കൊടുത്തു. ഇലക്ഷന് മുമ്പോട്ട് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി. സീറ്റ് വരുന്ന ദിവസങ്ങളിൽ പോലും അവർക്ക് പിന്നീട് സീറ്റ് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പോയി. കാരണം ഫോർജറിയാണ് വരുന്നത്. റേഷൻ കാർഡിൽ തിരുത്തി, അത് റേഷൻ കാർഡ് ഉണ്ടായിരുന്ന ഉടമസ്ഥ, അപ്പോൾ അവർ പറയും കുടുംബക്കാരാണ്, അപ്പോൾ അവരുടെ മക്കളാണ്, ആ വീട്ടിൽ താമസിച്ചിരുന്ന ആ മക്കളാണ് പറയുന്നത് ഇവരുമായിട്ട് ഞങ്ങൾക്കൊരു ബന്ധവുമില്ല. രാവിലെ ഈ സിവിൽ സപ്ലൈസ് മന്ത്രി ആരാ, ഏത് പാർട്ടിയാ? CPI ആണ്. അപ്പോൾ അവർക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതുകൊണ്ടല്ലേ അവരിത് ചെയ്തത്. ഇപ്പോൾ ഈ സംവിധാനങ്ങളൊന്നും കയ്യിലില്ലെങ്കിൽ ഇവരിത് എങ്ങനെ ചെയ്യും? ഇത് പാർട്ടി കൃത്യമായിട്ട് പണി കൊടുക്കണമെന്ന് തീരുമാനിച്ചു. ആ വീട്ടുകാരെ പോയി കണ്ട് കൃത്യമായിട്ട് പണി കൊടുക്കുന്നു. ശേഷം സ്ക്രീനിൽ ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ ജനങ്ങളെ പറ്റിച്ചു, റേഷൻ കാർഡിൽ വ്യാജമായിട്ട് പേര് ചേർത്തു, വ്യാജമായിട്ട് ID കാർഡ് ഉണ്ടാക്കിയ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ ആക്ഷേപിക്കുന്ന ഒരു സാഹചര്യം. അവർ ഈ വ്യാജ റേഷൻ കാർഡാണ് ഉണ്ടാക്കിയത് എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ ഉണ്ടായ ആക്ഷേപവും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പടങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. വ്യാജ ID കാർഡ് ഉണ്ടാക്കിയവനെ കൂട്ടുനിന്ന ചേച്ചിയും വ്യാജ റേഷൻ കാർഡ് ഉണ്ടാക്കി ജയിലിലേക്ക് എന്ന് പറയുന്ന ടാഗ് ലൈനിലൂടെയാണ് പലരും പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അവരെ സൈബർ ബുള്ളിങ് ചെയ്തത്. അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഇതെല്ലാം മറികടന്ന് അവർ വരും. CPIക്ക് ഭയമാണ് രാവിലെ. അത് മാത്രമല്ല, CPIയുടെ 26 വർഷത്തെ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഫലമായിട്ട് ഒരു മനുഷ്യൻ തലയാഴത്ത് പാർട്ടി ഓഫീസിന് മുന്നിൽ ആത്മഹത്യ ചെയ്തു, കുരുക്കിട്ട് ആത്മഹത്യ ചെയ്തു. ഒരു കർഷകൻ, മക്കൻ ചെല്ലപ്പൻ, ഓർമ്മയുണ്ടല്ലോ, ഇലക്ഷൻ 2 ദിവസം മുമ്പ് സംഭവിച്ചതാണ്. അത് തലേ ദിവസം സംഭവിച്ചതാണ്. അത് ഈ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ ഒരു ഇരയാണ് ഒരു മക്കൻ ചെല്ലപ്പൻ എന്ന് പറയുന്ന ആ കർഷകൻ. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും CPIക്ക് ഭയമാണ്. ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ നിയമസഭയിലേക്ക് പോയാലോ എന്ന് പേടിച്ച് ചെയ്ത ചില വെകുളിത്തരങ്ങളാണ്. തിരിച്ചെന്താണെങ്കിലും ഇതിന് പണി കിട്ടാനുള്ള സാഹചര്യവും CPIക്കുണ്ട്. ജനങ്ങളുടെ പൊതുമണ്ഡലത്തിലാണ് ഇവർ ഇതെല്ലാം ചെയ്യുന്നത്. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ തിരിച്ചടിക്കാതെ എവിടെ പോകും?